നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 10th ലെവൽ ആയതുകൊണ്ട് തന്നെ LDC LP UP എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഡിസ്ക്രിപ്റ്റീവായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസിൽ ഡാർജിലിംഗ്, കൊടൈക്കനാൽ, മുസോറി, നീലഗിരി ഉണ്ട്. ആൻസർ ഏതാണ്? കൊടൈക്കനാലാണ്. ആൻസർ ഏതാണ്? കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. ഹിൽ കുന്നാണ് അല്ലേ? ഹിൽ കുന്ന്, കൊടൈക്കനാൽ. ഹിൽ കുന്ന്, കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷൻ്റെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷൻ്റെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. നെക്സ്റ്റ് നോക്കാം. മുസോറി ഉണ്ട് ഇവിടെ അല്ലേ? മുസോറി ഉണ്ട്. മസൂറിയാണ് കേട്ടോ. മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ് എന്ത്? മസൂറി. റാണിയാണ് ആര്? മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ് മസൂറി. ഓക്കെ. രാജ്ഞി ആര് തന്നെയാണ്? രാജകുമാരി ആര് തന്നെയാണ്? കൊടൈക്കനാലാണ്. ഓക്കെ. രാജ്ഞി ചോദിച്ചാലും കൊടൈക്കനാലാണ്. ഇനി നോക്കുക, ഇവിടെ ഡാർജിലിംഗ് ഉണ്ടല്ലേ? അപ്പോൾ ഡാർജിലിംഗ് ആരാണ്? ഹിമാചൽ പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ത്? ഡാർജിലിംഗ്. ഓക്കെ. ഇനി നോക്കിക്കോളൂ, ഏതൊക്കെയാണ് ഹിമാചൽ പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രങ്ങൾ? ഏതൊക്കെയാണെന്നറിയാം? ഡൽഹൗസി അല്ലേ? ഡൽഹൗസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി. അപ്പോൾ ഡൽഹൗസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി എന്നിവയാണെന്ത്? ഹിമാചൽ പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രങ്ങൾ. ഓക്കെ. ഇനി നമ്മുടെ ചോദ്യം എടുത്തത് എന്തായിരുന്നു? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷൻ രാജകുമാരി, ഹിൽ കുന്ന്, കൊടൈക്കനാലാണ് ആൻസർ. ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ, രാജകുമാരി. ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ, രാജകുമാരി. പഠിച്ചു വെച്ചു. നെക്സ്റ്റ് വരുന്നത് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻസിൽ കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്, നർമ്മദയുണ്ട്, മഹാനദിയുണ്ട്. അതിൽ ഉൾപ്പെടാത്ത നദി ഏതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം വരിക? ഉൾപ്പെടാത്തത് നർമ്മദയാണ്. ഉൾപ്പെടാത്തത് ആരാണ്? നർമ്മദയാണ് വരിക. നർമ്മദയെപ്പറ്റി ബാക്കി എന്തറിയാം? നർമ്മദ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ നദിയിൽ അല്ലേ? ഉപദ്വീപീയ നദിയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ആരാണ്? നർമ്മദ. ഉപദ്വീപിയൻ നദിയിൽ അത് പ്രത്യേകം ഓർക്കുക. ഉപദ്വീപിയൻ നദിയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ആര്? നർമ്മദ. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ആര്? നർമ്മദ. എത്ര കാണും നീളം? 1312 കിമി അല്ലേ? കിമിയാണ്. 1312 ആണ്. 1312 കിലോമീറ്റർ. 1312 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനിയും നർമ്മദയെക്കുറിച്ച് ബാക്കി 2 പോയിൻ്റ് കൂടെ പറയാം. അതൊക്കെ പറയാം. ഒന്ന്, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മറ്റൊന്ന്, വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി. കുന്നാണ്. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾ അല്ലേ? വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ആര്? നർമ്മദ. വിന്ധ്യ സാത്പുര പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ആര്? നർമ്മദ. ഒരെണ്ണം കൂടിയുണ്ട്. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് ആര്? നർമ്മദ. സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് ഏത്? നർമ്മദ. അപ്പോൾ നർമ്മദയെക്കുറിച്ച് അത്രയും അറിയാലോ. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലുതാണ് നർമ്മദ. അത് പഠിച്ചു വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര. ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര. ആൻസർ ഏതാണ് വരുന്നത് ഇവിടെ? സിന്ധുവാണ് ആൻസർ. ഏതാണ്? സിന്ധുവാണ് ആൻസർ വരിക. അപ്പോൾ നോക്കിക്കൊള്ളുക, സിന്ധുവാണ് ആൻസർ വന്നേക്കുന്നത്. ഇനി ലേ എന്ന് പറയുന്നത് എവിടെയാണ് കാണുക? ലേ എന്ന സ്ഥലം എവിടെയാണ് വരിക? ലഡാക്കിലാണ് ലേ കാണുക. എവിടെയാണ്? ലഡാക്കിലാണ് ലേ ഉള്ളത്. ലഡാക്കിലാണ് ലേ വരിക. ലഡാക്കിലാണ് ലേ വന്നിട്ടുള്ളത്. ലേ ഏത് സ്ഥലത്താണുള്ളത്? ലേ എന്ന് പറയുന്നത് ലഡാക്കിലാണ് ലേ കാണുക അല്ലേ? അപ്പോൾ സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ലേ ആണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ലേ ആണ് കേട്ടോ.
ഇനി ലേ എവിടെയുള്ളത്? ലഡാക്കിലാണ്. ലേ എവിടെയാണ്? ലഡാക്കിലാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാണും. നമുക്ക് നോക്കാം എന്താ സംഭവം. അതായത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് ആര്? സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് ആര്? സിന്ധു. ഓക്കെ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് ആര്? സിന്ധു. പാകിസ്ഥാനിലെ ദേശീയ നദിയാണെന്ത്? സിന്ധു എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നോക്കുക, സിന്ധു നദി അതിൻ്റെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദി എന്താണ്? ബിയാസാണ്. സിന്ധുവിനൊരു പോഷക നദിയുണ്ട്, അതാരാണ്? ബിയാസാണ്. ഈ ബിയാസ് എന്താണ്? ഇന്ത്യയിലൂടെയാണ് പൂർണ്ണമായും ഒഴുകുന്നത്. സിന്ധു ആർക്കുള്ള ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടാണ് വരിക? പാകിസ്ഥാൻ വരും അല്ലേ? പക്ഷേങ്കിൽ സിന്ധു നദിയുടെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷക നദി ആരാണ്? പോഷക നദി എന്താണ്? ബിയാസാണ്. ആരാണ്? ബിയാസ്. സിന്ധു ബിയാസ്. സിന്ധു ബിയാസ്. സിന്ധു ബിയാസാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സംഭവം ബിയാസാണ് വരിക. ഇനി നോക്കുക, സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ പോഷക നദി. നീളം കൂടിയ പോഷക നദി. നീളം കൂടിയത് ആരാണ്? നീളം കൂടിയ പോഷക നദി സത്ലജാണ്. സത്ലജാണ്. സിന്ധുവിനൊപ്പം ബിയാസ് ഉണ്ട്, സത്ലജും ഉണ്ട്. നീളം കൂടിയത് സത്ലജും പോഷക നദികളിൽ ഇല്ലേ? പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി പോഷക നദി ഏതാ വരുന്നത്? ബിയാസുമാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ്. ഈ സത്ലജ് ആരാണെന്ന് പറഞ്ഞത്? സത്ലജാരാണ് ഇന്ത്യയിലൊഴുകുന്ന അവയിൽ നീളം കൂടിയ സത്ലജ്, ലജ്, ലാർജ്, നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ലഡാക്ക് പറഞ്ഞു. ലഡാക്കിലല്ല കാണുന്നത്. ഈ ലഡാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണെന്ത്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണെന്ത്? ലഡാക്ക്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണെന്ത്? ലഡാക്ക്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഈ നദിക്കരയിലാണ്. നദിക്കര അല്ലേ? അപ്പോൾ സിന്ധു നദിയാണ്. ആൻസർ എന്താണ്? സിന്ധു നദിക്കരയിലാണ്. അടുത്തത്, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി ഭാഷ. അറബി ഭാഷയാണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ. അടുത്തത്, കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാൽബൈശാഖി ഒരു കാറ്റാണ് അല്ലേ? കാൽബൈശാഖി എന്ന് പറയുന്നത് കാറ്റാണ്. നോക്കാം. കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടി ശക്തമായ മഴയും കാറ്റുമാണ് കാൽബൈശാഖി. അത് പഠിച്ചു വെക്കണം. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ കാറ്റും മഴയും ശക്തമായ കാറ്റും മഴയുമാണ് കാൽബൈശാഖി. ഇടിയോടുകൂടിയ ശക്തമായ കാറ്റും മഴയുമാണ് കാൽബൈശാഖി എന്ന് പറയുക. കാൽബൈശാഖി അതാണ്. കാൽബൈശാഖി നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ ശക്തമായ ഇടിയും മഴയുമാണെന്ന് കാൽബൈശാഖി. അപ്പോൾ കാൽബൈശാഖി കാറ്റെന്ന് ഇവിടെ കൊടുത്തില്ല. അതിൻ്റെ ആൻസർ കാറ്റെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാറ്റും മഴയും, ഇടിയോടുകൂടിയ ശക്തമായ കാറ്റും മഴയുമാണ് കാൽബൈശാഖി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? ഏതാണ്? അപ്പോൾ അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ആൻസർ എന്താണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അല്ലേ? ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം ആരാണ്? കാസിരംഗ ഒറ്റക്കൊമ്പൻ. കൊമ്പൻ കാസിരംഗ. അസമിലെ കാസിരംഗ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. കാസിരംഗ കാണ്ടാമൃഗമെന്ന് ഓർത്തിരിക്കുക അല്ലേ? ഇവിടെ സിംഹം ഉണ്ടല്ലേ? നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം അല്ലേ? അതിന് മറ്റ് പ്രത്യേകിച്ചിട്ടൊന്നും വേണ്ട. ഇനി ഇവിടെ നോക്കുക, സിംഹം എന്ന് പറയുമ്പോൾ സിംഹത്തിനെ സംരക്ഷിക്കുന്ന എവിടെയാണ്? സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏകദേശീയ ഉദ്യാനമുണ്ട്. അതേതാണ്? ഗീറാണ്. സിംഹത്തിനെ സംരക്ഷിക്കപ്പെടുന്നത് ഗീർ ദേശീയോദ്യാനം. അതെവിടെയാണ്? ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ്. എന്തുള്ളത്? ഗീർ ദേശീയോദ്യാനം. അപ്പോൾ സിംഹം ഓർക്കുമ്പോൾ എന്ത് വേണം? ഗർജിക്കുന്നു. സിംഹം ഗർജിക്കുന്നത് അല്ലേ? ഗീർ ദേശീയോദ്യാനം.
ഗുജറാത്തിലെ എല്ലാം ഗർജനമാണ്, സിംഹത്തിൻ്റെ ഗർജനം. ഗീർ ദേശീയോദ്യാനം ഗുജറാത്തിലെ ജുനഗഡ്. അപ്പം ഗീർ ദേശീയോദ്യാനം, സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന എവിടെയാണ്? ഗുജറാത്തിലെ ഗീർ ദേശീയോദ്യാനത്തിലാണ് സംരക്ഷിക്കപ്പെടുക, അല്ലേ? ഇവിടെ നോക്കുക, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാസിരംഗ ദേശീയോദ്യാനം, അല്ലേ? സിംഹമുണ്ട്. ഇനി ഇവിടെ ഒരു കാട്ടുകഴുത കിടപ്പുണ്ട്, അല്ലേ? വെള്ളക്കടുവ എവിടെ നിന്നറിയാം? വെള്ളക്കടുവ നന്ദൻ ക്യാൻ എന്ന് പറയും. വെള്ളക്കടുവ മാത്രമുള്ളത് നന്ദനാണ്. വെള്ളക്കടുവ നന്ദൻ. ഓക്കെ, വെള്ളക്കടുവ നന്ദൻ. അപ്പോൾ 3 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. അസമിലെ കാസിരംഗ എന്ന് പറയുമ്പോൾ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. സിംഹം എന്ന് പറഞ്ഞാൽ എന്തോർക്കണം? ഗീർ, അല്ലേ? ഗീർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ് ഗീർ ദേശീയോദ്യാനം എന്ന് ഓർക്കാം. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു, വെള്ളക്കടുവ ഇത് കണ്ടപ്പോഴാണ് ഓർത്ത്. വെള്ളക്കടുവ എന്താണെന്ന് പറയാം? നന്ദൻ ക്യാനൻ, അതവിടെ നന്ദൻ ക്യാനൻ ഒഡീഷയിലാണ്. ഓക്കെ, അടുത്തത് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം, ഉയരത്തിലുള്ളത്, അല്ലേ? അതൊരു കൊടുമുടിയായിരിക്കാം, ഓർക്കാം. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ആൻസർ. ഇതാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം എന്താണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം, അല്ലേ? അവിടെ മറ്റു പല ദേശീയോദ്യാനമുണ്ട്, കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് വരുന്നത്. ഇനി നോക്കുക, ഈ കാഞ്ചൻജംഗ ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ എന്താ വരിക? അതായത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ മിക്സഡ് സൈറ്റാണെന്ത്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്, അല്ലേ? ഈ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ അതാണ് ആദ്യത്തെ നാഷണൽ പാർക്ക്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് പറയുക. ആദ്യത്തേതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, അല്ലേ? ഇനി ഇവിടെ പറഞ്ഞാൽ എന്താ പറയുക? മനാസ് ദേശീയോദ്യാനം. പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? മനാസ് ദേശീയോദ്യാനം ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന സംരക്ഷണ കേന്ദ്രം. ബംഗാൾ കടുവ, മനാസ് ബംഗാൾ കടുവ, അല്ലേ? നമുക്ക് ഒരെണ്ണം ഓർത്തിരിക്കാൻ, മനാസ് ഇതാണ്, ബംഗാൾ കടുവ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കാഞ്ചൻജംഗ എന്ന് പറയുമ്പം, ഇല്ലേ, നമുക്ക് കൊടുമുടിയാണെന്ന് ഓർക്കുക. കാഞ്ചൻജംഗ കൊടുമുടിയല്ലേ, ഉയരമല്ലേ, കുന്നല്ലേ, മലയല്ലേ, ഓർക്കുക. അപ്പോൾ കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. മനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് കാണുക? ബംഗാൾ കടുവയുടെ പ്രധാന സംരക്ഷണ കേന്ദ്രം എന്താണ്? മനാസ്. അതവിടെ തന്നെയാണ്, ആസമിൽ തന്നെ കേട്ടോ. അസമാണ് മനാസ്, അസമാണ്. അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അടുത്തതിലേക്ക് നോക്കാം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ ആരാണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ അല്ലേ, ബൈ ചാൻസ് വഴി എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? വാസ്കോഡഗാമയായിരുന്നു, അല്ലേ? നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്, കാപ്പാട് സ്ഥലത്ത് വെക്കുന്ന ഇറങ്ങിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ വാസ്കോഡഗാമയാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു ചേർന്ന ആളാണ് ആര്? പോർച്ചുഗീസ് നാവികനാണ് ആര്? വാസ്കോഡഗാമ, അല്ലേ? എവിടെ വന്നിരുന്നു? കാപ്പാടാണ് വന്നിരുന്നത്, അല്ലേ? അതൊക്കെ ഓർക്കുക. നെക്സ്റ്റ്, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. ഝാൻസി റാണിക്ക് 58. 1857 കാലങ്ങളില്ലേ, മഹത്തായ വിപ്ലവങ്ങളില്ലേ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഓർത്തിരിക്കുക. നമ്മൾ 1857 മാർക്കില്ല, മഹത്തായ വിപ്ലവം നമ്മൾ മാർക്കില്ല. ഝാൻസി റാണി അപ്പോൾ അടുത്ത് വാളൊക്കെ വീശ് നമ്മൾ മാർക്കില്ല. സോ 1858 ഝാൻസി റാണി, ഇല്ല 57 കഴിഞ്ഞ് 58 ഝാൻസി റാണി വീരമൃത്യു വരിച്ചു എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആൻസർ എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ബംഗാളിൽ ദീപഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ ഒരു കാര്യം, ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയ ഇദ്ദേഹമാണ്, അല്ലേ? ചാൾസ് വിൽക്കിൻസ്
എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയുടെ ആമുഖം എഴുതിയ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെ പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. വാറൻ ഹേസ്റ്റിങ്സ് ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതി. പക്ഷേ എങ്ങനെയാണത്? ചാൾസ് വിൽക്കിൻസ് ആണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തില്ലേ. അപ്പോൾ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ ആരാണ്? ചാൾസ് വിൽക്കിൻസ്. അതിൻ്റെ ആമുഖം എഴുതിയ ആരാണ്? ഇദ്ദേഹം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണത്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ പ്രത്യേക അദ്ദേഹത്തിനുണ്ട്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലേ. ഇനിയുണ്ട് ബംഗാളിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇമ്പീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറലും ഇദ്ദേഹമാണ്, വാറൻ ഹേസ്റ്റിങ്സ്. ഒരെണ്ണം കൂടിയുണ്ട്, റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി. റിംഗ് ഫെൻസ് അല്ലേ, റിംഗ് ഫെൻസ്, അത് പുതിയതായിരിക്കും. റിംഗ് ഫെൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റിലുള്ളതാണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി ആരാണ്? ഗവർണർ ജനറൽ ആരാണ്? ഈ വാറൻ ഹേസ്റ്റിങ്സ് ആണ് കേട്ടോ. ഇനി ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറലും ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ അവസാനത്തെയും ആദ്യത്തെയും, അവസാനത്തെ ഗവർണറും അതിൻ്റെ പൊസിഷൻ മാറുകയാണ് ഇവിടെ കേട്ടോ. അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്, ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പറഞ്ഞതിപ്പോൾ? ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ഭഗവത്ഗീതയ്ക്ക് ആമുഖം, പക്ഷേ അത് ഇംഗ്ലീഷിലുള്ളതാണ് അല്ലേ. ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി എന്താ പറഞ്ഞത് ഞാൻ? റിംഗ് ഫെൻസ് നയത്തിൻ്റെ ശില്പി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒരെണ്ണം കൂടി പറഞ്ഞല്ലോ, ബംഗാളിലെ ആദ്യത്തെ ഗവർണറും വാറനാണ്. അവസാനത്തെ ഗവർണർ അവസാനം വരിക അല്ലേ. അത് കഴിഞ്ഞാണ് ഗവർണർ ജനറലിലേക്ക് വന്നിട്ടുള്ളത്. അവസാനത്തെ ഗവർണർ വാറനും, ആദ്യത്തെ ഗവർണർ ജനറൽ, അവസാനത്തെ ഗവർണർ വാറനും ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അത്ര ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഏത് പ്രസ്ഥാനം? ദേവസമാജമുണ്ട്, ആര്യസമാജമുണ്ട്, ബ്രഹ്മസമാജമുണ്ട്. ആൻസർ ഏതാ വരിക? ബ്രഹ്മസമാജം. ബ്രഹ്മസമാജമാണ് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ചത്. എവിടെയാണ്? മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച എന്താണ്? ഏതാണ്? ബ്രഹ്മസമാജം. ഏതാണ്? ബ്രഹ്മസമാജം എന്ന് പറയുമ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ് അല്ലേ. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ അല്ലേ. അദ്ദേഹം ആരാണ്? ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്. ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ് അല്ലേ. ബ്രഹ്മസമാജ സ്ഥാപകനാണ് ആര്? രാജാറാം മോഹൻ റോയ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ മത സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. എന്നാണ് സ്ഥാപിച്ചത്? 1828 1800കളിൽ ഓർക്കുക. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇപ്പോൾ രാജാറാം മോഹൻ റോയെ പറയുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. എന്താ സംഭവം? സതി അല്ലേ. സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അല്ലേ. അതെന്നായിരുന്നു? 1829 28 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. 29 എന്താണ്? സതി അദ്ദേഹം നിർത്തലാക്കിച്ചു അല്ലേ. വില്യം ബെന്റിക് പ്രഭുവിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്തു? അദ്ദേഹം സതി നിർത്തലാക്കിച്ചു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത്, ഏത് വർഷമാണ് ആത്മീയസഭ രൂപീകരിച്ചത്? 1815 ആത്മീയസഭ രൂപീകരിച്ചത്. അപ്പോൾ ആത്മീയസഭ രൂപീകരിച്ചത് 1815. നമ്മുടെ ആൻസർ കിട്ടി അല്ലേ. ആരാണിത് സ്ഥാപിച്ചത്? സംഘടന സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. കണക്ഷൻ ക്വസ്റ്റ്യൻ അവിടെ തന്നെ വന്നിട്ടില്ലേ. രാജാറാം മോഹൻ റോയ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണെന്ത്? ആത്മീയസഭ. ഓക്കെ, വർഷം എത്രയാണ്? 1815. ആത്മീയസഭ ആരാണത്? രാജാറാം മോഹൻ റോയ്. ഓക്കെ ഇല്ലേ. നെക്സ്റ്റ് വരുന്നത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്, രാജീവ് ഗാന്ധി. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്
പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ, ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ. ഇനിയും ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പികളിൽ ഒരാളാണ് ആര്, നമ്മുടെ ജവഹർലാൽ നെഹ്റു. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി അല്ലേ, അതിൻ്റെ മുഖ്യശില്പിയാണ് ആര്, ജവഹർലാൽ നെഹ്റു. മറ്റൊന്നുകൂടി പറയാം, ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ആര് തന്നെയാണ്, ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ്, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. അപ്പോൾ 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് തന്നെയാണ്, പയ്യന്നൂരാണ്. എന്നോട് പറയാം, 1928 ഓക്കെ അല്ലേ, 28 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് എന്ത് നടക്കുക, കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇവിടെ വെച്ച് പയ്യന്നൂരിൽ. ഓക്കെ, ഇനി നോക്കുക, സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതായിരുന്നു, പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഏതാണത്, പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, പയ്യന്നൂരിൽ നടന്ന 2ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, 4 കണ്ടോ, 4 അല്ലേ, 4ാം അഖില കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചാരാണ്, ജവഹർലാൽ നെഹ്റു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വേറെ എന്താ പറഞ്ഞത്, 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നു അല്ലേ, അതവിടെ വെച്ചാണ് പയ്യന്നൂർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്, ഏതാണത്, ചമ്പാരൻ സത്യാഗ്രഹം. സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്, ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഓർമ്മയുണ്ടോ, വർഷം എത്രയാണ്, 1917. ചമ്പാരൻ 17 കേട്ടോ, ച നമ്മൾ എഴുതുമ്പോൾ 7 അല്ലേ, ചമ്പാരൻ 17. 1917 ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് 1918 എന്ത് നടന്നറിയോ, 18 അഹമ്മദാബാദ് സത്യാഗ്രഹം. അതായത് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണെന്ത്, അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. അത് 1918 അല്ലേ. അപ്പോൾ ചമ്പാരനാണ് അത് നടക്കുക. നെക്സ്റ്റ് ഇയറിൽ എന്താണ്, 1918 അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്, രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര്, ഉപരാഷ്ട്രപതി അല്ലേ. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്, ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് എന്ന് പറഞ്ഞാൽ 35 വയസ്സായെങ്കിൽ മാത്രം ഉപരാഷ്ട്രപതിയാകാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എത്ര വർഷം ഭരിക്കുക അവർക്ക്, 5 വർഷമാണ് അവരുടെ ഭരണകാലാവധി. 35 വയസ്സുണ്ടായിരിക്കണം മിനിമം ഇല്ലേ, പിന്നെന്ത് വേണം, 5 വർഷമാണ് അവരുടെ കാലാവധി. ഇനി എന്നാൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതല വഹിക്കുന്ന ആരാണ്, ഉപരാഷ്ട്രപതിയാണ്. അത് നമുക്ക് എഴുതാൻ പറ്റും, അറിയാൻ പറ്റുന്ന കാര്യമാണിത് അല്ലേ. ഇനി അടുത്തത്, ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്, APJ അബ്ദുൽ കലാം. ആൻസർ ഏതാണ്, APJ അബ്ദുൽ കലാം. ഒരു സംസ്ഥാനത്തെ ഗവർണറായതിനു ശേഷമാണ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ഏത്, APJ അബ്ദുൽ കലാം അല്ലേ, APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശ തത്വം. ഇതിൽ ഏതാണ് വരിക,
മൗലിക അവകാശങ്ങൾ മൂന്നാം ഭാഗം. മൗലിക അവകാശങ്ങൾ മൂന്നാം ഭാഗമാണ്. 3 മൗലിക അവകാശങ്ങൾ ഉണ്ടല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ഏതാണ്? മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് മൂന്നാം ഭാഗത്തിൽ പറയുക. അപ്പം മൂന്നാം ഭാഗം ബാക്കി 1, 2, 3 ഒക്കെ ഏത് വരും? ആദ്യം ഏതാ വന്നിട്ടുള്ളതെന്ന് അറിയാമോ? ഓർഡർ നോക്കിയാലോ. ആദ്യം എന്താണ്? ആർട്ടിക്കിൾ 1 to 4 എന്ന് പറയുമ്പോൾ യൂണിയനും ഭൂപ്രദേശങ്ങളുമാണ് അല്ലേ. അടുത്ത് വരുന്ന 5 to 11 എന്താണ്? പൗരത്വമാണ്. യൂണിയനും ഭൂപ്രദേശവും. ആദ്യം യൂണിയനും ഭൂപ്രദേശവും, പിന്നെന്താ വരിക? നെക്സ്റ്റ് വരുന്നത് പൗരത്വമാണ് വരിക അല്ലേ. 5 to 11 ആണ് പൗരത്വം എന്ന് പറഞ്ഞാൽ. അടുത്ത് എന്താ വരുന്നത്? മൗലിക അവകാശങ്ങളാണ് അല്ലേ. മൂന്നാം ഭാഗത്തിൽ വരുന്ന മൗലിക അവകാശങ്ങൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങൾ വരുന്നുണ്ട്. അറിയാമല്ലോ. മൗലിക അവകാശങ്ങൾ എഴുതുന്ന കടമെടുത്താണ് അമേരിക്ക. മൗലികം അമേരിക്ക. മൂന്നാം ഭാഗം അമേരിക്ക. എല്ലാം മാമ അല്ലേ. മൗലിക അവകാശങ്ങൾ അമേരിക്ക. അവകാശങ്ങൾ അമേരിക്ക. മൂന്നാം ഭാഗം 1235 അല്ലേ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലിക അവകാശങ്ങൾ. ശില്പി ആരാണ്? നോർത്ത് നോക്കിയ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആരാണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആരാണ്? കോടതിയാണ്. പോട്ടെ, മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറയാം. ഏതൊക്കെ ഒന്ന് വരും? സ്വത്തിന് അല്ലേ, സമത്വത്തിനുള്ള അവകാശം, സമത്വം. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമുണ്ട്. അതേത് ആർട്ടിക്കിളാണ്? 32 ആണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതാണ്? 32 ആണ്. അപ്പോൾ മൗലികാവകാശം 3 കഴിഞ്ഞു അല്ലേ. അടുത്ത് എന്താ വരിക? മൗലികാവകാശങ്ങൾ കഴിഞ്ഞു അല്ലേ. മൗലികാവകാശങ്ങൾ കഴിഞ്ഞു. അടുത്ത് എന്താ വരിക? നിർദ്ദേശക തത്വങ്ങൾ അല്ലേ. 36 മുതൽ 51 വരെ നിർദ്ദേശ തത്വങ്ങളുണ്ട്. 36 മുതൽ 51 വരെ. ആർട്ടിക്കിൾ 36 മുതൽ 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ യൂണിയനുണ്ട്, പൗരത്വമുണ്ട്, മൗലിക അവകാശങ്ങൾ 3 ഉണ്ട്. അടുത്തേത് വന്നു? നിർദ്ദേശ തത്വങ്ങൾ അല്ലേ. അത് 36 തൊട്ട് 51 വരെ ഉണ്ട്. അടുത്തേത് വരുന്നുണ്ട്? മൗലിക വീണ്ടും ഒരു വരുന്നു. മൗലിക കടമകൾ ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ. ഓക്കെ ആയില്ലേ. നെക്സ്റ്റ് വരുന്നത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഏതാണ്? ഏത് ഭേദഗതി വഴിയാണെന്ന ചോദ്യം. ആൻസർ 24 ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 24 ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശം, അതിനെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 44, 46, 47, 49 അല്ലേ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളാക്കി മാറ്റിയ ഭേദഗതി എന്താണ്? നീക്കം ചെയ്ത് അല്ലേ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടിക നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് ഇവിടെ വരുന്നത് അല്ലേ. അത് തന്നെയാണ് പറയുന്നത് അല്ലേ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് തന്നെയാണ്? 44 ഭരണഘടനാ ഭേദഗതി. അതാണ് 44. വർഷം ഏതാണ്? 1978. 1978. 44, 78 ഓർത്തിരിക്കാം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭേദഗതി അല്ലേ. അപ്പോൾ അങ്ങനെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടിക നീക്കം ചെയ്ത അല്ലേ, മൗലികാവകാശമല്ലെന്നൊക്കെ പറഞ്ഞ ഭേദഗതി ആരാണ് ഉണ്ടാക്കി വെച്ചത്? മൊറാർജി ദേശായിയുടെ കാലത്ത് അല്ലേ. മൊറാർജി ദേശായിയുടെ കാലമാണ്. ഇനി ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുക? സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 300A. ഏതാണ്? 300A. പഴയ നമ്പർ ഓർക്കണ്ട, ഇപ്പോഴത്തെ നമ്പർ 300A ആണിത്. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം സ്വത്തവകാശം ഓർക്കുക 300A ആണ്. ഭേദഗതി ഏതാണ്? 44 ഭേദഗതി. സ്വത്ത് ഓർക്കുമ്പോൾ 44 ഭേദഗതിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16. ഏതാണ്? അനുച്ഛേദം 16 ആണ്. അനുച്ഛേദം 16 ആണ്. അനുച്ഛേദം 16 അപ്പോൾ എന്താണ്? പൊതു നിയമനങ്ങളിൽ 16 അല്ലേ.
പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16 അല്ലേ. സർക്കാർ ഉദ്യോഗങ്ങളിൽ പൊതു നിയമനങ്ങൾ, പൊതു ഇടങ്ങളിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാം ഒന്ന് അല്ലേ. സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാം പൊതുവാണ്. പൊതുവിദ്യാഭ്യാസം ഒക്കെ ഓർക്കുക. പൊതു നിയമനങ്ങളിൽ അല്ലേ, പൊതു നിയമനങ്ങളിൽ പിന്നെയോ പൊതു ഇടങ്ങളിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന അവസര സമത്വം ഉറപ്പ് നൽകുന്ന അവസര സമത്വം 16 അല്ലേ. 16 അടിയന്തരം ഓർക്കരുത്. അവസര സമത്വം 16 അല്ലേ ഉറപ്പ് നൽകുന്ന വകുപ്പ് ഏതാണ്? 16-ാം അനുച്ഛേദമാണ് അല്ലേ. ബാക്കി പറയുന്നില്ല, കൺഫ്യൂഷൻസ് ആവും. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അല്ലേ, സർക്കാർ ഉദ്യോഗങ്ങളിൽ, പൊതു ഇടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ, പൊതു ഇടങ്ങളിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അനുച്ഛേദം 16 അവസര സമത്വം, ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്ന അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് ഏതാണത്?
അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 അപ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥയുണ്ട്, ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ട് അല്ലേ? 359 ഇവിടുത്തെ ആൻസർ കേട്ടോ. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം എത്രയാണ്? 352. 356 അല്ലേ? 356 സംസ്ഥാനം, 52 ദേശീയ അടിയന്തരാവസ്ഥ. ഇവിടെ 360 പറയാൻ വേണ്ടിയാണ് വന്നത്. അതേതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഏതാണത്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തികമാണ് 360 നോക്കുക. 52 ദേശീയം, 56 സംസ്ഥാനം. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരായിരുന്നു? അറിയാം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എത്രയാണ്? 1993 അല്ലേ? 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. 1993. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി വന്നൊരു വർഷമുണ്ട്. അതറിയുമ്പോൾ ഏതാണ്? പുതിയതായിട്ട് 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി വന്നു. 2019 വന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണ്? അമിത് ഷായാണ്. 2019 ജൂലൈ 8 അദ്ദേഹം അമിത് ഷാ 2019 ജൂലൈ 8 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി അദ്ദേഹം അവതരിപ്പിച്ചു. ഓക്കെ. ഇനി നോക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? കേരള സംസ്ഥാനമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ്? 1998 ഡിസംബർ 11 കേട്ടോ. 98 ഡിസംബർ 11 വരുന്നത്. ഓക്കെ. ഇനി ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ അതാണെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിർമ്മിക്കുന്ന ആരാണ്? ഗവർണറാണ് അല്ലേ? ഗവർണറാണ്. എന്നായിരുന്നു അത്? ഡേറ്റ് 1998. സംസ്ഥാനമാണ്. 98 ഡിസംബർ 11. 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ? അതിനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഇനി നോക്കുക, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ അല്ലേ? നീക്കം ചെയ്താലാണ് അങ്ങ് മേളില്ല. പിന്നെ എവിടെയാണ്? പ്രസിഡൻ്റാണ് നീക്കം ചെയ്യുക. ഓക്കെ. ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം. ആസ്ഥാനം എന്താണ്? തിരുവനന്തപുരം. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ആകെ ചെയർമാൻ ഉൾപ്പെടെ എത്ര എണ്ണം വരും? 3 പേരാണ് വരിക. അറിയാമല്ലോ. ഇനി ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ പരീത് പിള്ള. ജസ്റ്റിസ് എം പരീത് പിള്ളയാണ് ആദ്യത്തെ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? അത്രയല്ലോ ഓക്കെ അല്ലേ വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറില്ലാത്തത് ആരാണ്? താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവ. അപ്പോൾ ഇതിനകത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. ഏതായിരുന്നു നമ്മൾ ചോദിച്ചത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ആരാണ്? ഈ പറഞ്ഞതിൽ ആരാണ് വരുന്നത്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. പുതിയ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെയാണെന്നറിയോ? ഒന്ന്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. ഒന്നെന്താണ്? ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. എക്സ് ഒഫീഷ്യോ മെമ്പർമാരുടെ പറയുവാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത് പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. പട്ടികജാതിയുമുണ്ട്, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സണുമുണ്ട്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. പിന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ.
പിന്നുള്ളത് NCPCR ചെയർപേഴ്സൺ, ഈ ചിൽഡ്രൻസിൻ്റെയൊക്കെ വരുന്ന സംഭവമാണ് NCPCR ചെയർപേഴ്സൺ. പിന്നുള്ളത് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ഡിസബിലിറ്റീസ് ഓർത്തിരിക്കാം. NCPCR കുട്ടികളുടെ ഒരു കാര്യം ഓർത്തിരിക്കാം. ദേശീയ പിന്നോക്കയുണ്ട്, പിന്നെ വനിതയുണ്ട്, പിന്നോക്ക, വനിത, പട്ടികവർഗം, പട്ടികജാതി, ന്യൂനപക്ഷം, പട്ടികജാതി, പട്ടികവർഗം, വനിത, പിന്നോക്കം. NCPCR ഡിസബിലിറ്റീസ് ഉള്ളവർ. ഇത്രയുമാണെന്ത് എക്സ് ഒഫീഷ്യോ കമ്മിറ്റിയിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഇത്രയും പേരാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്തില്ലായിരുന്നു? ഈ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ഒഫീഷ്യോ ആരൊക്കെയാണ്? ന്യൂനപക്ഷം, പട്ടികജാതി, പട്ടികവർഗം, വനിത വനിതാ ചെയർപേഴ്സൺ, പിന്നോക്ക വിഭാഗ ചെയർപേഴ്സൺ, ഓർക്കുക, സിമ്പിളായി ഓർക്കുക. NCPCR ചെയർപേഴ്സൺ, ഡിസബിലിറ്റി ചെയർപേഴ്സൺ, ഇത്രയും പേരുണ്ടെന്ന് ഓർക്കുക. അതിൻ്റെ ഹിൻഡ് വെച്ച് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് എക്സ് ഒഫീഷ്യോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ അത്ര അംഗങ്ങൾ അവരൊക്കെയാണ്. അത്ര ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഇല്ലാത്തവർ നമുക്ക് ഓർക്കാനും പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാനമാണ്. അപ്പോൾ അതാരാണ്? മുഖ്യമന്ത്രി. ശുപാർശ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം, വനിതയിലാണ് പുരുഷ അംഗം വന്ന ആരാണ്? അലോക് റാവത്താണ് ആദ്യം പുരുഷ അംഗമായിട്ട് വന്നത് അല്ലേ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 അല്ലേ. 92 ജനുവരി 31 വനിതാ കമ്മീഷൻ വന്ന എന്നാണ്? 92 ജനുവരി 31 കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ. ആകെ എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര് അല്ലേ. 6 പേർ ദേശീയ വനിതാ കമ്മീഷനിലുണ്ട്. 6 പേർ ചെയർമാൻ ഇല്ലേ, ചെയർപേഴ്സൺ ഉൾപ്പെടെ. കാലാവധിയോ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയുള്ള കാലാവധി. ഇനി സിമ്പിൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണത്? ജയന്തി പട്നായിക്. പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് അല്ലേ. ജയന്തി പട്നായിക്. അതായത് വനിതാ കമ്മീഷൻ അംഗമായ പുരുഷ അംഗമാരായിരുന്നു? അലോക് റാവത്ത് അല്ലേ. അലോക് റാവത്ത് ഓർക്കുക. അപ്പം ഫസ്റ്റാണ് ജയന്തി പട്നായിക്, പുരുഷാംഗം അലോക് റാവത്തും ഓർത്തിരിക്കുക. എന്നായിരുന്നു അതിൻ്റെ സ്ഥാപിച്ചത്? കമ്മീഷൻ നിലവിൽ വന്ന എന്നായിരുന്നു? 92. ദേശീയം 92 ദേശീയം 92 ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാനമോ 96. ഓക്കെ, 96 ഡേറ്റും കൂടി ഓർക്കണം കേട്ടോ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. മഞ്ചേശ്വരം വരുന്ന വേറൊരു കാര്യം എന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ അല്ലേ. ഇനി അടുത്തത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനം? 1.18 ആൻസർ. 1.18 ശതമാനം. 1.18 ശതമാനം അല്ലേ, 118 എന്ന് പറയത്തില്ല. 1.18 ഓർത്തിരിക്കുക കേട്ടോ. കേരളം 1.18 ശതമാനമേ ഉള്ളൂ. ഇനി കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കുണ്ടറയിലാണ് കളിമൺ നിക്ഷേപം. കുണ്ടറ കളിമണ്ണാണ് ഉള്ളത്. ഇനി മണ്ണിനെക്കുറിച്ച് പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മണ്ണിനെക്കുറിച്ച് പഠിക്കുന്നത് പെഡോളജി അല്ലേ. പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം, പെഡോളജി എന്ന് പറയാം അല്ലേ. ഡെർമറ്റോളജി എന്നൊക്കെ പറയുമ്പോൾ സ്കിന്ന് വരും അല്ലേ. നെക്സ്റ്റ് വരിക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലി അല്ലേ. സൈലൻറ്റ് വാലിയാണ്. സിംഹവാലൻ കുരങ്ങുകൾ എവിടെ കാണുന്നു? സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുക അല്ലേ. ഇനി സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനുള്ള കാരണം. ഇതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അറിയാമല്ലോ. ഇനി മംഗളവനം എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളവനം എന്ന് പറയുമ്പോൾ എന്താണ്? പക്ഷിസങ്കേതമാണ് അല്ലേ. എവിടുത്തെയാണ്? എറണാകുളത്തെ അല്ലേ. ഒരു പക്ഷിസങ്കേതമാണ് മംഗളവനം, എറണാകുളം. ഇരവികുളം എന്താണ്? ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനങ്ങളൊന്നാണെന്ത്? ആദ്യത്തെയാണെന്ത്? ഇരവികുളം ആദ്യത്തെയാണ് ദേശീയോദ്യാനം. അടുത്തത് പറഞ്ഞാൽ എന്താ പറയുക? ഇരവികുളം എവിടെയാണ് കാണുക? ഇരവികുളം ഇടുക്കി. ഇടുക്കി. ഇവിടെ ക്വസ്റ്റ്യൻ സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. അത് പാലക്കാട് ജില്ലയിലാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ത്? ഈ സിംഹവാലൻ കുരങ്ങോടെ ഉണ്ടാകുന്നല്ലേ.
ഇനി നോക്കുക, തനിമ, കൃതിക എന്നീ പദ്ധതികൾക്ക് ഏത് മേഖലയെ ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമയും കൃതികയും എന്നീ പദ്ധതികൾ, തനിമ, കൃതിക പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നു? തനിമ, കൃതിക ഏതാണത്? തനിമ, കൃതി എന്ന് പറയുമ്പോൾ കൈത്തറിയാണ്. തനിമയും കൃതിയും കൈത്തറിയാണ്. തനിമ എവിടെയാണ്? തിരുവനന്തപുരവും. കൃതിക എന്ന് പറയുമ്പോഴെന്താണത്? കണ്ണൂരുമാണ്. തനിമ തിരുവനന്തപുരവും, കൃതിക എന്താണ്? കണ്ണൂരുമാണ്. തനിമ തിരുവനന്തപുരം, കൃതിക കണ്ണൂർ ജില്ലയുമാണ്. ഓക്കെ, ഇനി ഇവിടെ കിടക്കുന്ന എന്താണ്? ഫിഷറീസ് കിടപ്പുണ്ടല്ലേ? ഫിഷറീസൊക്കെ ഉണ്ട്. അതും സർക്കാരിൻ്റെ കുറേ പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. അടുത്തത്, ഇപ്പോൾ നമുക്ക് കൈത്തറി എന്താ പറയുക? കൈത്തറി എന്താണ്? തനിമയും കൃതികയും അല്ലേ? അത് പദ്ധതിയാണ്, കൈത്തറിയാണ്. തനിമയും സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് തനിമയും. ഇപ്പോഴും അത് നല്ല ആക്റ്റീവായി പോകുന്നുണ്ട് അല്ലേ? തനിമയും കൃതികയും പോകുന്നുണ്ട്. തിരുവനന്തപുരം തനിമ, കൃതിക കണ്ണൂർ ഓർക്കുക. ഇനി അടുത്തത്, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്. ഇൻഡോ നോർവീജിയൻ പണ്ട് മുതലേയുള്ള ക്വസ്റ്റ്യൻസാണ്. ഇൻഡോ നോർവീജിയൻ നീണ്ടകര പ്രോജക്റ്റാണ്. നോർവീജിയൻ നീണ്ടകര ഓർക്കുക. നീണ്ടകര വഴി പോകുമ്പോൾ നല്ല സ്മെല്ലാണ്. നമ്മളതിലെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നീണ്ടകര പാലം അല്ലേ? അവിടെ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് അവിടെയൊക്കെ ഉണ്ടെന്ന് അങ്ങ് ഓർത്താൽ മതി. നീണ്ടകര. നെക്സ്റ്റ്, KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുത്ര. ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇനി ഇവിടെ എന്താ? ചീമേനിയോട് എന്താണ് പറയുക? അവിടുത്തെ ഇന്ധനം, ചീമേനി ഇന്ധനം എന്താണ്? ചീമേനിയുടെ എന്തുമായിരുന്നു? പ്രകൃതിവാതകം. ചീമേനി പ്രകൃതിവാതകം അതെവിടെയുള്ളത്? കാസർഗോഡ്. ചീമേനി നോക്കി വെക്കുക. പ്രകൃതിവാതകം കാസർഗോഡാണ് അല്ലേ? കായംകുളത്തോ? കായംകുളത്ത് അറിയാം അല്ലേ? കായംകുളത്ത് നാഫ്തയാണ്. അതേത് ജില്ല? ആലപ്പുഴ ജില്ല. കായംകുളം നാഫ്ത, ആലപ്പുഴ ജില്ല. ഇനി ഇവിടെ പറയുന്ന നല്ലളം എന്താണ്? നല്ലളത്ത് ഇവർ തമ്മിൽ ഒരുപോലെ ഇരിക്കുന്നത് ഡീസലാണ് കേട്ടോ. നല്ലളം ഡീസലാണ്. ഡീസലും കോഴിക്കോട്. അപ്പോൾ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത് രണ്ടുകൂടെ കേട്ടോ. നല്ലളം ഡീസലാണ്, കോഴിക്കോട്. നമ്മൾ നല്ലളം നമുക്ക് അറിയാമായിരിക്കും, ഡീസൽ വന്നറിയാം. അപ്പോൾ ബ്രഹ്മപുത്രയോ? KSEBിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുത്രയാണ് അല്ലേ? നല്ലളം ഡീസലാണ്. ഇതെവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണ്. സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ അല്ലേ? നിലമ്പൂരിനെ കുറിച്ച് നമുക്ക് വേറൊരു കാര്യം പറയാം. എന്താണ്? ലോകത്തിലെ പഴക്കമേറിയ തേക്കിൻ തോട്ടം നിലമ്പൂരുണ്ട്. പഴക്കമേറിയ തേക്കിൻ തോട്ടവും നിലമ്പൂരുണ്ട് അല്ലേ? പണ്ട് രാജഭരണകാലം മുതലുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ അറിയാം. സ്വർണ്ണ നിക്ഷേപം അവിടെ കൂടുതലുണ്ട്, നിലമ്പൂരുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമിയാണ്. ഇല്ലേ? ഇതിൻ്റെ 1114 കഥ എന്ന് കൃതിച്ചാരാണ്? അക്കമ്മച്ചെറിയനെ നമുക്ക് ഓർമ്മയുണ്ടല്ലേ? നെക്സ്റ്റ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആദ്യത്തെ വനിത. അക്കമ്മച്ചെറിയനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ അറിയോ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ്? അക്കമ്മ ചെറിയൻ. ആരാണ്? അക്കമ്മ ചെറിയൻ. ഇനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത്. ഇനി ആരാണ് രൂപീകരിച്ചത്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ അല്ലേ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിലാണ്? പട്ടം താണുപിള്ളയാണ് അത് അല്ലേ? അതിൻ്റെ പ്രസിഡൻ്റാണ് ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആര്? പട്ടം താണുപിള്ള. ആദ്യ പ്രസിഡന്റ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയെ തന്നെ ഓർത്തിരിക്കുക. പട്ടം താണുപിള്ള. ഇവിടെ എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്നു ആര്? അക്കമ്മ ചെറിയൻ. ആക്ടിംഗ് പ്രസിഡൻ്റാണ് ആര്? അക്കമ്മ ചെറിയൻ. ആ കാലഘട്ടത്തിൽ മഹിളാ സമ്മേളനത്തിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് ആര്? അക്കമ്മ ചെറിയൻ. തിരുവിതാംകൂറിലുള്ളത് അക്കമ്മ ചെറിയനും അനിമ സ്ക്രീനുമാണ് അല്ലേ? അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയൊക്കെ കൂടെ വർക്കിയിട്ടുള്ള അല്ലേ?
ആ സമയത്തുള്ള ആളാണെന്ന് കൂടി ആര് ഓർത്തിരിക്കുക, ഈ അക്കമ്മച്ചെറിയാൻ ഓർത്തിരിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് കിട്ടും. ഓക്കെ, 1931 മുതൽ 38 കാലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ വന്നപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ആർക്കും ഉള്ള പങ്ക് കിട്ടി, ആർക്കും ഒരു അവസരം കിട്ടി, അക്കമ്മച്ചെറിയാൻ കിട്ടി അല്ലേ. പ്രസിഡന്റ് ആരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം പട്ടം തറവിൽ അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ആക്ടിംഗ് പ്രസിഡൻ്റായ വനിത ആരായിരുന്നു, അക്കമ്മച്ചെറിയാൻ. അപ്പോൾ ആ തിരുവിതാംകൂറിൽ ഓർക്കുമ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് വനിതകൾ ഓർക്കുമ്പോൾ ആരെ ഓർക്കണം, അക്കമ്മച്ചെറിയാനും ഉണ്ട് ആനി മസ്കിനും ഉണ്ട്. ഇവർ രണ്ടും തിരുവിതാംകൂറുകാരാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് ആനി മസ്കി അല്ലേ, ആണോ, അക്കമ്മച്ചെറിയാൻ ആക്ടിംഗ് പ്രസിഡന്റ് അക്കമ്മച്ചെറിയാൻ. അവരാണ് പ്രധാനപ്പെട്ടമായിരിക്കുക കേട്ടോ, അവരെ ഓർത്താൽ മതി, അക്കമ്മച്ചെറിയാൻ. ഇനി 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? കർഷക സമരം 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ ഓർത്തിരിക്കുക അല്ലേ. അയ്യങ്കാളിയെക്കുറിച്ച് മറ്റു പലതും അറിയാലോ. ഇനി 1933 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. ആരാണത്? വൈകുണ്ഠസ്വാമി. തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി അല്ലേ. ശുചീന്ദ്രൻ രഥോത്സവം എന്നൊക്കെ ഓർത്തിരിക്കുക, 1933. ഓക്കെ അല്ലേ. വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർക്കാൻ പറ്റും? വൈകുണ്ഠസ്വാമിയുടെ സ്ഥാപിച്ചത് ഏതായിരുന്നു? സമത്വ സമാജ് അല്ലേ. വൈകുണ്ഠസ്വാമി ഓർത്താൽ ആദ്യം നമ്മൾ എന്താ ഓർക്കുക? സമത്വ സമാജമാണ് ഓർക്കുക. സമത്വ സമാജം ഓർക്കും. വൈകുണ്ഠസ്വാമി സമത്വ സമാജം ഓർക്കും അല്ലേ. മേൽമുണ്ട് സമരം പ്രാധാന്യം കൊടുത്ത് പ്രചോദനം കൊടുത്ത ആരാണ്? വൈകുണ്ഠസ്വാമി. മേൽമുണ്ട് സമരം പ്രചോദനം കൊടുത്തു. അതുപോലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനം കൊടുത്തു. അതൊക്കെ വർഷം കൂടി ഓർക്കുക. 1929 59. 1959 തെറ്റ് പറയുന്നതല്ല, അതൊന്നും കൺഫ്യൂഷൻ ആവാതെ ക്ലിയർ ആവാൻ പറയുന്നത്. 1959 ചാനാർ 59 59 സമത്വ സമാജം 36 അത് ഓർക്കുക. വൈകുണ്ഠസ്വാമി ഓർക്കുമ്പോൾ സമത്വ സമാജം ഓർക്കുക, ചാനാർ ലഹള ഓർക്കുക. പിന്നെ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമിയാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ് അല്ലേ. പിന്നെ വൈകുണ്ഠമാല എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു രസമുള്ള അത്തള വിത്തളേ അല്ലല്ല, അത്തള വിളേ. ഓക്കെ, അത്തള വിത്തള നമ്മൾ പറയുന്ന കളിയല്ല, അതല്ല. അത്തള വിളേ കന്യാകുമാരി കാണുന്ന കേട്ടോ, കന്യാകുമാരിയുള്ള സ്ഥലമാണ് അത്തള വിളേ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്ന അവിടെയാണ്. വൈകുണ്ഠമാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത്തള വിളേ, വേറെയല്ല കേട്ടോ. അത്തള വിളേ ആദ്യം ഒന്ന് ക്ലിയർ ആവാൻ പറയുന്നതാണ് അതൊക്കെ. അത്തള വിളേ കന്യാകുമാരി അത്തള. പക്ഷേ നമ്മൾ അത് ഹോളിരുന്ന് വേണേൽ അതൊക്കെ ഓർക്കും. ഞാനങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത്തള വിളേ കന്യാകുമാരിയാണ്. ഇനി ഒന്നുകൂടി, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്നാണ് ആര് പറഞ്ഞത്? വൈകുണ്ഠസ്വാമി പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കുലം ഒന്ന്, ലോകം ഒന്ന് എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ വൈകുണ്ഠസ്വാമി എഴുതാൻ പറ്റും. പിന്നൊന്ന്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ ആരാണ്? വൈകുണ്ഠസ്വാമി അല്ലേ. ഞാനും മുദ്രാവാക്യം മുഴക്കാറുണ്ട്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നൊരു മുദ്രാവാക്യം ആര് പറഞ്ഞാൽ? വൈകുണ്ഠസ്വാമി അല്ലേ. അദ്ദേഹത്തെ പഠിച്ചതിന് ശേഷമല്ല, നമുക്കറിയാം, നമ്മളെ തോന്നി വരുന്ന കാര്യമാണെന്ത്? വേല ചെയ്താൽ യഥാർത്ഥമായും കൂലി കിട്ടണം നമുക്ക് തോന്നി വരും. കുറച്ചൊരു പ്രായമൊക്കെ ആകുമ്പോൾ തോന്നുന്ന കാര്യമാണ്. അതിപ്പോൾ ആര് പറഞ്ഞാണത്? വൈകുണ്ഠസ്വാമി പറഞ്ഞ കാര്യമാണ്. പിന്നെ മുന്തിരിക്കിണർ അല്ലേ, മുന്തിരിക്കിണർ അദ്ദേഹത്തിൻ്റെയാണ് നിർമ്മിച്ച പൊതു കിണറാണെന്ത്? മുന്തിരി കിണർ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം ഉണ്ടാക്കിയതാണ്, മുന്തിരിക്കിണർ. ഓക്കെ, കൃതികൾ കുറേ അധികം. അകലത്തിരുട്ട്, അമ്മാന്, അരുൾനൂൽ, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അകലത്തിരുട്ട്, അമ്മാന്, അരുൾനൂലും അകലത്തിരുട്ടും നൂല് ഓർക്കുക. അദ്ദേഹത്തിൻ്റെയാണ് ഇരുട്ട് നൂല് അദ്ദേഹത്തിൻ്റെയാണ്. ഓക്കെ, അടുത്തത്, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ച് അമർത്തിയത്? എവിടെ നിന്നുള്ള? ഇവിടെയാണ് ഓപ്ഷൻസിൽ പയ്യന്നൂരുണ്ട്, തളിപ്പറമ്പുണ്ട്, അതുപോലെ എന്താണ് പറയുന്നത്? തലശ്ശേരിയുണ്ട്. ആൻസർ ഏതാണ് വരിക? തലശ്ശേരിയാണ്. ആറ്റിങ്ങൽ കലാപം, എവിടെയുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആരാണത്? അടിച്ചമർത്തിയത് തലശ്ശേരിയിലാണ്. ഓക്കെ, അത് ഓർത്തിരി. ഇനി ആറ്റിങ്ങൽ കലാപം എന്നാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അല്ലേ. ആറ്റിങ്ങൽ കലാപം എന്നാണ് കേരളത്തിൽ സംഘടിച്ച ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണല്ലോ.
ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ച പ്രക്ഷോഭമാണെന്ത്? ആറ്റിങ്ങൽ കലാപം അല്ലേ? എന്നായിരുന്നു വർഷം അറിയാവോ? ആറ്റിങ്ങൽ 1721 1721 ഫസ്റ്റാണെന്ന് ഓർക്കുക. അപ്പോൾ 1700 നമ്മൾക്കിലേക്ക് എത്തും. പിന്നെ 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ഓക്കെ. ആ സമയത്തൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വധിക്കപ്പെട്ടു. അതാരായിരുന്നു? ഗിഫോർഡാണ്. വധിക്കപ്പെട്ട ആരാണ്? ഗിഫോർഡാണെന്ത് വധിക്കപ്പെട്ടത് അല്ലേ? അപ്പോൾ തലശ്ശേരിയാണ് ഇവിടുത്തെ ആൻസർ. എന്താണ്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം നയിച്ചത് അല്ലേ? അടിച്ചമർത്തി നശിപ്പിച്ചു കളഞ്ഞു. ആരാണത്? തലശ്ശേരിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. കലാപം എന്നാണ് ഓർത്തിരിക്കുക? 1721 ഏപ്രിൽ 15. ഒരു 15 വെക്കേഷനാണെന്ന് ഓർക്കുക കേട്ടോ. ഏപ്രിൽ 15 ഓക്കെ. നെക്സ്റ്റ്, ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ച വർഷം. എന്നാണ്? 1797. കാലഘട്ടം എന്താണെന്നറിയോ? 1793 മുതൽ 97 വരെ. അവസാനിച്ചത് 97. ആദ്യം ആരംഭിച്ചത് 93. ഒന്നാം പഴശ്ശിവിപ്ലവം 1793, 1797. നെക്സ്റ്റ് രണ്ടാമത്തതോ? രണ്ടാം പഴശ്ശിവിപ്ലവം എന്തായിരുന്നു? 1800, 1805 കാലഘട്ടം. 1800, 1805 കാലഘട്ടം. 1805 എന്താ ശരിക്കും പറഞ്ഞാൽ? പഴശ്ശിരാജ മരണമടഞ്ഞ വർഷമാണ്. അപ്പോൾ ഒന്നാം പഴശ്ശിക്കലാപം 1700 1793, 97 കാലഘട്ടം. 2 1800, 1805 കാലഘട്ടം. 1805 എന്താണ്? പഴശ്ശി രാജ മരണമടഞ്ഞ വർഷം. ഓക്കെ. ഇനി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഏതാണത്? അഞ്ചുതെങ്ങ് കലാപം. ഇത് ഏത് വർഷമാണെന്നറിയോ? 1697 അല്ലേ? നമ്മുടെ ഏതിനേക്കാളും മുന്നെയാണ്? ആറ്റിങ്ങലിനേക്കാളും മുന്നേ നടന്നല്ലേ? 1697. മനസ്സിലായി? അതിന് വ്യത്യാസങ്ങളുണ്ട് അതിന്. ഇവിടെ എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അല്ലേ? അപ്പോൾ എവിടെയാണ് നടക്കുന്നത്? അഞ്ചുതെങ്ങിലാണ് സംഭവം നടക്കില്ലേ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. ഇവിടെ വരുന്ന ഒരു റാണി ആരാണ് വരിക? ആറ്റിങ്ങൽ റാണി അല്ലേ? ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണി വരിക. അഞ്ചുതെങ്ങ് കലാപത്തിനോട് അനുബന്ധിച്ച് വരുന്ന റാണി, അവരുടെ പേരാണ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത്, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു? ഏത് വിപ്ലവമാണ്? പഴശ്ശി വിപ്ലവം അല്ലേ? അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്നു ഏത്? ഈ പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്നു ഏത്? പുരളിമല അല്ലേ? അപ്പോൾ പുരളിമല പഴശ്ശി വിപ്ലവം അല്ലേ? പുരളിമല. അപ്പോൾ അവിടെ ഈ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാരനുണ്ട്. ആരാണത്? കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ മരണമടഞ്ഞതോ 1805 നവംബർ 30. പഴശ്ശിരാജയുടെ കേരള സിംഹം സർദാർ KM പണിക്കർ. നെക്സ്റ്റ് വരുന്നത്, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? 1900 മനുഷ്യശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. ഭാരം കുറഞ്ഞ. അപ്പോൾ ഓർക്ക് ശ്വാസകോശം ഇല്ല, നമ്മുടെ മനുഷ്യശരീരത്തിലുള്ളതാണ് ശ്വാസകോശം. അറിയാമല്ലോ ശ്വാസകോശം. ഇതിനകത്ത് എയർ വന്ന് നിറയുമ്പോൾ അല്ലേ, നമ്മുടെ വായു, നമ്മൾ ശ്വസിക്കുന്ന വായു വന്ന് നിറയുമ്പോൾ അതിന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അല്ലാത്ത സമയത്ത് അതിന് വെയിറ്റ് ഇല്ല എന്ന് പറയാം. അപ്പം ഈ ശ്വാസകോശത്തിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഇരട്ട സ്ഥലമുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? പ്ലൂറാസ്ഥലം അല്ലേ? പ്ലൂറാസ്ഥലം എന്ന് പറയും. പിന്നെ ഇടയ്ക്കൊരു ഭിത്തിയുണ്ട് അല്ലേ? ഇടയ്ക്കൊരു ഫ്ലൂയിഡ് ഉണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയും അല്ലേ? ഓക്കെ. ഇനി മനുഷ്യശരീരത്തിൽ രക്തം കട്ടുപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്?
കരളിലാണ് അല്ലേ. വിറ്റമിൻ കെ ആണ് ഏത് ആവശ്യം. വൈറ്റമിൻ ഏതാണ്? വിറ്റമിൻ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ കെ ആണ് കട്ട പിടിക്കാൻ ആവശ്യമായത്. മനുഷ്യശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്ന ഇവിടെയാണ്, കരളിലാണ്. അപ്പോൾ അവിടെ നോക്കുക, ഒരു മുറിവുണ്ടാകുമ്പോൾ രക്തം ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ അവിടെ കട്ട പിടിക്കുക. അപ്പം പ്രോത്രോംബിൻ, ത്രോംബിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. ഇതിനാവശ്യമായ ത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ, അങ്ങനെ ഫൈബ്രിൻ അങ്ങനെ ഫൈബ്രിൻ ത്രെഡ്സ് വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നത് ഇവിടുന്ന് വരേണ്ടത് ആദ്യം വരേണ്ടത് ഈ ടിഷ്യൂ മുറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഈ പ്രോത്രോംബിൻ ഉണ്ടാകണമെങ്കിൽ ഒരു സാധനം കൂടി വേണം അല്ലേ. അപ്പോൾ അതൊക്കെ വരുന്ന കരളിൽ നിന്നാണ് വരിക. കരൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രക്തം കെട്ടുപിടിക്കാൻ ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? കരളില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, മുറിവുണ്ടാകുമ്പോഴത്തേക്കും അവിടുന്ന് ഓടി വരിക ചെയ്യുന്നത് അല്ലേ. ബ്ലഡ് വഴി ഇത് ഓടി വരിക ചെയ്യുന്നത്. മുറിവുണ്ടായ ഭാഗത്തേക്ക് ഈ വസ്തുക്കൾ ഓടി വരുന്നു അല്ലേ. കരളിലാണത് ഉണ്ടാക്കപ്പെടുന്നതെന്നാണ് മനസ്സിലായോ. അങ്ങനെയാണ്. അപ്പം വിറ്റമിൻ കെ ആണെന്ത് ഇതിൻ്റെ രക്തം കെട്ടുപിടിക്കാൻ ആവശ്യം വിറ്റമിൻ കെ ആണ്, ഓർക്കുക. അപ്പോൾ കരളാണ് എന്ത് സഹായിക്കപ്പെടുന്നത്? രക്തം കണ്ടുപിടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, നിർമ്മിക്കുക. അപ്പം ഒരു രക്തം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ പ്രോത്രോംബിൻ ഉണ്ടാകുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ ആദ്യം ഉണ്ടാകും, പ്രോത്രോംബിൻ ഉണ്ടാകുന്നുണ്ട്, ത്രോംബിൻ പിന്നാക്കപ്പെടുന്നു, ദെൻ ഫൈബ്രിൻ ത്രെഡ്സ് അങ്ങനെ കട്ട പിടിക്കുന്നു എന്നാണ് അവസ്ഥ കേട്ടോ. ശരി, നെക്സ്റ്റ് വരുന്നത് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിൽ അനൈച്ഛികം, ഇഷ്ടമല്ലാത്ത, നമ്മുടെ അറിവോടെ അല്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. നെക്സ്റ്റ്, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബല്ലത്തിൽ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം കഴിച്ചു കഴിയുമ്പോൾ കിടന്ന് ആടത്തില്ല, ഇങ്ങനെ ആടി അപ്പുറം 2 റോഡും കവച്ച് പോവില്ല. ആടി പോകുന്നത് എന്തുകൊണ്ടാണ്? സെറിബല്ലത്തെ അത് ബാധിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബല്ലമാണ്. ഇനി സെറിബ്രം എന്താണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ലാർജ് ഭാഗം, തലയുടെ ഭൂരിഭാഗം വരുന്ന എന്താണ്? സെറിബ്രം അല്ലേ. ബാക്കി ചെറിയ ഭാഗങ്ങളെ ബാക്കിയല്ല നമ്മുടെ ബുദ്ധി കേന്ദ്രം, എല്ലാ സംഭവങ്ങളും, ഓർമ്മ, കേൾവി എല്ലാം ഇരിക്കുന്ന ഇവിടെ സെറിബ്രത്തിലാണ് ഇരിക്കുക അല്ലേ. ഇവിടെ എന്താ പറയുക? മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? സെറിബല്ലത്തെ. അപ്പം നമ്മുടെ ബാലൻസ് തെറ്റുന്നതാണ് സെറിബല്ലം ബാലൻസ് തെറ്റുന്നു. നെക്സ്റ്റ്, പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. ഇവിടെ വേറൊരു പേര് നെഫ്രോളജി എന്താണ്? നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? കിഡ്നി ബന്ധപ്പെട്ട് നെഫ്രോൺ എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ അല്ലെങ്കിൽ വൃക്കയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കിഡ്നി എന്ന് വെച്ചാൽ. കിഡ്നി പറയുന്ന ഭാഗം ഇതാണെങ്കിൽ അല്ലേ, കിഡ്നി ഇങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറേ ഗ്ലോമറുലാർ ക്യാപ്സുൽ അങ്ങനെ കുറേ സംഭവമുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ ഘടകം, ചെറിയ യൂണിറ്റാണെന്ത്? വൃക്കയിലുള്ള ഏറ്റവും ചെറിയ ഘടകമാണെന്ത്? ഈ നെഫ്രോൺ എന്ന് പറഞ്ഞത്. അതിനെപ്പറ്റി പഠിക്കുന്നതാണ് നെഫ്രോളജി. കിഡ്നിയെക്കുറിച്ച് വൃക്കയെക്കുറിച്ച് മൊത്തം പഠിക്കുന്നതാണെന്ത്? നെഫ്രോളജി എന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയുള്ളത്, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി ആണ്. പാകം ചെയ്ത് കഴിയുമ്പോൾ പോകുന്ന അതാണ് വിറ്റമിൻ സി അല്ലേ. നെക്സ്റ്റ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ. സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. റേച്ചൽ കട്സൺ രചിച്ച സൈലൻറ്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT ആയിരുന്നു. റേച്ചൽ കട്സൺ സൈലൻറ്റ് സ്പ്രിംഗ് DDT DDTയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. DDT സൈലൻറ്റ് സ്പ്രിംഗ്. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികളേവാണ്? രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഇലക്ട്രോണാണ്. രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആരാണ്? ഇലക്ട്രോൺസാണ് രാസപ്രവർത്തനം നിർണായക പങ്ക് വഹിക്കുന്നത്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക് കലാമിൻ. ഇങ്ക കലാമിൻ. നെക്സ്റ്റ്, ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. ഇതൊക്കെ തീർന്നു പോയ ഭാവി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഹൈഡ്രജനെ ഉപയോഗിക്കാൻ പറ്റും. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വെള്ളം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, വെള്ളം അല്ലേ, H2O. ബാത്തിങ് സോപ്പ്, ബാത്തിന് വെള്ളം ഉപയോഗിക്കുന്നു, ഹൈഡ്രോക്സൈഡ് H2O. ഓക്കെ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ എന്താണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കി വരുന്നത്. നെക്സ്റ്റ്, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? 19 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ബ്രിട്ടനിൽ
ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാരായിരുന്നു ഇതിനകത്ത്? അശോക് കുമാറുണ്ട്, ഋഷി സുനാക്കുണ്ട്, സാജിദ് ജാവിദ്, ബോറിസ് ജോൺസൺ ഉണ്ട്. ആൻസർ ഋഷി സുനാക്കാണ്. ധനമന്ത്രി ഋഷി സുനാക്, ഇന്ത്യൻ വംശജനാണ് ഋഷി അല്ലേ, ഇന്ത്യക്കാരനാണ് ഋഷി സിംഗൻ. ഋഷി സുനാക് ബ്രിട്ടനിൽ ധനമന്ത്രിയായി. ഋഷി സിംഗൻ അല്ലേ, ഋഷി സുനാക്കാണ് ധനമന്ത്രി. ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരൻ അല്ലേ, ബ്രിട്ടീഷിൽ പോയിട്ട് എന്ത് ചെയ്തു, ധനമന്ത്രിയായി. നമ്മുടെയാണ് എന്ത്, ഇന്ത്യക്കാരനാണ്, ഋഷി സിംഗനാണ്. ഋഷി സുനാക് എന്ന ഇന്ത്യൻ വംശജനാണ്. ഇവിടെ പോയി ബ്രിട്ടീഷിലെ ധനമന്ത്രിയായി. നെക്സ്റ്റ്, ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഏതാണത്? ഇൻ്റർനെറ്റ് ലഭ്യത, മൗലികാവകാശം. അതെങ്ങനെ വന്നു? ഈ കുട്ടികളെ എല്ലാം നെറ്റ് കാണിക്കാമല്ലേ. ശരിക്കും പറഞ്ഞാൽ കോവിഡ് ഇങ്ങോട്ട് വന്നതിന് ശേഷം അല്ലേ, കോവിഡ് വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇത് മുഴുവൻ നമ്മുടെ വീട്ടിനകത്തായപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നെറ്റ് ഉപയോഗിച്ച് അല്ലേ, അങ്ങനെ ആലോചിക്കുക, നെറ്റ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മൗലിക അവകാശമാക്കി മാറ്റിയേ പറ്റൂ അല്ലേ, അങ്ങനെ ആലോചിച്ച് നമുക്കിത് കിട്ടും. ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റ് ലഭ്യത. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം, അങ്ങനെ ആകുമ്പോൾ ആൻസർ നമുക്ക് ലഭിക്കും. ഇനി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശ്. കമൽ റാണി വരുൺ ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് പൂർവ്വ രേഖാംശമാണ് മധ്യഭാഗത്തൂടി കടന്നു പോകുന്നത്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം, മധ്യഭാഗത്ത് പൂർവ്വ രേഖാംശം. നെക്സ്റ്റ്, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരാണ്? ആരവല്ലി. ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആര്? ആരവല്ലി. ആരവല്ലിയെക്കുറിച്ച് പറഞ്ഞാൽ ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു അല്ലേ, ആരവല്ലി. അവിടെയുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരുശിഖർ എന്ന് പറയും. അതുപോലെ ഗാൽഡിഘട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആരവല്ലി. ഈ ആരവല്ലി എന്ന് പറയുമ്പോൾ ഇന്ന് ഭൂമുഖത്തുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ് അല്ലേ. അതായത് ഏകദേശം 70 കോടിയോളം വർഷം മുമ്പ് രൂപം കൊണ്ട പർവ്വതമാണ് ആരവല്ലി. അതാണ് എന്ത് പറയുക, 70 വർഷം മുമ്പ് രൂപം കൊണ്ട പർവ്വതമാണെന്ത്? ആരവല്ലി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം എന്ന് പറയുമ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി. അതായത് 70 വർഷം മുമ്പ്, 70 കോടിയാണ് അല്ലേ, 70 കോടിയോളം വർഷം മുമ്പ് രൂപം കൊണ്ടതാണ് ആരവല്ലി. ഓർത്തിരിക്കുക. ഇനി ആരവല്ലിയിൽ 2 ദേശീയോദ്യാനങ്ങളുണ്ട്, രത്തംബോറും സരിസ്കയും. സരിസ്ക, രത്തംബോർ. ആരവല്ലി അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഓർക്കണം. രത്തംബോറും സരിസ്കയും ഓർത്തിരിക്കുക. രത്തംബോറും സരിസ്ക, രത്തം രക്തം അല്ലേ, രക്തം ഓർക്കുക. രത്തംബോർ, രത്തംബോർ, സരിസ്ക. ആരവല്ലി 70 കോടി അത്രയും വർഷത്തോളം പഴക്കമുള്ളതാണ് ആർക്ക്? ഈ പർവ്വതനിര. സോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടി മടക്ക് പർവ്വതം ആരാണ്? ആരവല്ലിയാണ്. മറ്റൊന്നിനെക്കുറിച്ചും ഇനി ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ്, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏതാണ്? ആനമുടി അല്ലേ. ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിൽ. ആനമുടി എന്ന് പറയുമ്പോൾ എന്തുകൂടി പറയാം? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഓക്കെ അല്ലേ. ഇനി ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി അല്ലേ. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ആരാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും
വിസ്തൃതിയുള്ള പീഠഭൂമി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ആര് തന്നെയാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ആരാണ്? ഡെക്കാൻ പീഠഭൂമി. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ്, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? വൃഷ്ടിപ്രദേശം വഴി അല്ലേ? വൃഷ്ടിപ്രദേശത്തുകൂടി ഈ മഴ സമയത്തൊക്കെ ന്യൂസ് പറയുമ്പോൾ വൃഷ്ടിപ്രദേശം അല്ലേ കേൾക്കാം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണത് വൃഷ്ടിപ്രദേശം. അടുത്തത്, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി നദീതീരം. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണെന്താണ്? എക്കൽ മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഉത്തരേന്ത്യൻ സമതലം എന്ന് ഓർത്തിരിക്കാം. ഉത്തരേന്ത്യൻ ഓക്കെ മാറില്ല. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ മഹാസമുദ്രം. എക്കൽ സമതലം. എക്കൽ മണ്ണ്, എക്കൽ സമതലം, ഉത്തര മഹാസമുദ്രം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിൻ്റെ അപ്പോൾ ഏതാണ്? എക്കൽ മണ്ണ്. രണ്ട് ക്വസ്റ്റ്യനും സെയിം അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, പോയിന്റ് കലേമർ പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് പോയിന്റ്. സൂയിസൈഡ് പോയിന്റ് കലേമർ പക്ഷി തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. ആദ്യം വന്നതും പോർച്ചുഗീസുകാർ, അവസാനം പോയതും പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപായി ലഹള അല്ലേ? മഹത്തായ വിപ്ലവം ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ നമ്മൾ വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ കൂടി ഉണ്ട്. ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ സ്കിപ്പ് ചെയ്ത്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ അല്ലേ? ഗവർണർ ജനറൽ എന്ന് പറയുമ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞല്ലേ? ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ആത്മീയ സഭയൊക്കെ ഓർമ്മ വരുന്നു. 1815. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇവ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയ എല്ലാം സെയിം അല്ലേ? ഓരോരുത്തരെയും പറ്റി ചോദിച്ചേക്കുന്നത്. അതിപ്പോൾ അവരെ തന്നെ കൂടുതൽ പഠിക്കണം. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചതാരാണ്? ദീനബന്ധു മിശ്ര. നീൽ ദർപ്പൺ ദീനബന്ധു. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി അല്ലെ? കോട്ടയം KR നാരായൺ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി KR നാരായൺ. ഉപരാഷ്ട്രപതിയെ അതിനുശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി അല്ലേ? ദെൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം ഉപരാഷ്ട്രപതി ടു രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ. മൗലികാവകാശങ്ങൾ സ്മരണയുടെ ഏത് ഭാഗത്ത് വർദ്ധിക്കും? മൗലികാവകാശങ്ങൾ പാർട്ട് 3 ഭാഗം 3 അല്ലേ? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ള രാഷ്ട്രപതിക്കാണ്. മൗലികാവകാശം അല്ലേ? അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശം റദ്ദ് ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി. നെക്സ്റ്റ്, സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശം. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമാവകാശം. സ്വത്തവകാശം അറിയാൻ ഏതാണിത്? 44 എന്നൊക്കെ ഓർക്കുക. അസ്പൃശ്യത അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 അല്ലേ? ആർട്ടിക്കിൾ 17 അറിയാമല്ലോ. ആർട്ടിക്കിൾ 17 ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശം റദ്ദ് ചെയ്യാൻ? ഏപ്രിൽ 352. ഏതനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം? 352
ഓർത്തിരിക്കുക. 358. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. ദേശീയമല്ലേ, അപ്പോൾ രാഷ്ട്രപതി മുകളിൽ, ഏറ്റവും മുകളിൽ രാഷ്ട്രപതിയാണ്. ദേശീയമാകുമ്പോൾ രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ മെമ്പർമാർ നിയമിക്കുന്നവരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്ക്? രാഷ്ട്രപതി. ഏറ്റവും ഉയർന്ന പദവിയാണ്, രാഷ്ട്രപതിക്ക് വേണം കൊടുക്കുക. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്. ഭേദഗതിയല്ല ചോദിച്ചേക്കുന്നത്, നിയമമാണ്. നോക്കുക, എന്നാണ്? 1993 സെപ്റ്റംബർ 28. 93 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ഇനി കേരളത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ, അല്ലേ? ഇങ്ങനെ കാണാൻ പഠിച്ച് വെച്ചേക്കുക. 38,863 ചതുരശ്ര കിലോമീറ്റർ, 38,863 ചതുരശ്ര കിലോമീറ്റർ കാണാൻ പഠിച്ച് വെച്ചേക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേടത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കി. കുറവ്. കേരളത്തിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ, ഫെബ്രുവരി. പക്ഷിപാതാളം വയനാടാണ്. പാതാളം വയനാട്ടിലാണ്. കോഴിക്കോട് കയറി ചുരം കയറി പോകണം വയനാട്. പക്ഷേങ്കിൽ പാതാളം ഒന്നും കൂടി അവർ പറയുന്നത് കണ്ടില്ലേ? കോഴിക്കോട് വന്നിട്ട് ചുരം കയറി മേലെ മല കയറിയിട്ട് വേണം വയനാട്ടിൽ പോകാൻ. ഇപ്പോൾ പറയുന്നു പക്ഷിപാതാളം വയനാട്. സോ നമ്മളങ്ങനെ അംഗീകരിച്ചു, പക്ഷിപാതാളം വയനാട്ടിലാണ്. അവിടെ എല്ലാവരും ഉണ്ടെന്ന് സമർത്ഥിക്കാം. പക്ഷിപാതാളം വയനാടാണ് കേട്ടോ, കറക്റ്റ്. ഞാൻ ചുരം കയറി പോകണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷിപാതാളം വയനാട്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? 1959. ആദ്യ കാലഘട്ടം വന്ന് ഓർക്കുക കേട്ടോ, 1959. നമ്മളത് മഹത്തായ വിപ്ലവത്തെ ബേസ് ചെയ്തിങ്ങനെ വന്നാൽ മതി, അപ്പോൾ കിട്ടും. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം, അല്ലേ? നമ്മുടെ ടൂറിസം എന്ന് പറയുമ്പോൾ കോവളം ബീച്ചൊക്കെ വന്നൊക്കെ ഓർത്താൽ മതി. ടൂറിസത്തെ വ്യവസായം അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി, അല്ലേ? 780 മെഗാവാട്ട്. ഇപ്പോൾ മഴയൊക്കെയല്ലേ, ഓർത്തിരുന്നാൽ മതി. 780, അല്ലേ? 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിൽ മണിയാറാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊച്ചി 20 പോയിൻറ്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചാൽ സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമി, അല്ലേ? സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി, അല്ലേ? അതൊന്നും പറഞ്ഞില്ലാന്ന് തോന്നുന്നു. വൈകുണ്ഠസ്വാമി സമപന്തി ഭോജനം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലേ? ഇനി വേറെ എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞില്ലേ? വൈകുണ്ഠസ്വാമി സമപന്തി ഭോജനം. ഇനി ഇവിടെ വാഗ്ഭടാനന്ദനുണ്ട്, അല്ലേ? അദ്ദേഹത്തെ നോക്കിയാൽ വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം എന്താണ്? കുഞ്ഞിക്കണ്ണൻ, അല്ലേ? ഇനി വാഗ്ഭടാനന്ദന് ഒരു മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണത്? ആത്മവിദ്യാകാഹളം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാകാഹളം. ആത്മവിദ്യാ സംഘം കാഹളമൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം കാഹളവുമൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. നെക്സ്റ്റ്, അക്കമ്മച്ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് എഴുതിയതാണ് ആർ പാർവതി ദേവി. അക്കമ്മച്ചെറിയാൻ ആർ പാർവതി ദേവി. ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം ഏതാണ്? 1961. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം ഏതാണ്? 1961 ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ചത്. 1961. നെക്സ്റ്റ് വരുന്നത് 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി, അല്ലേ? അദ്ദേഹം ജനിച്ചതെന്നാണ്? അയ്യങ്കാളി 1963 ഓഗസ്റ്റ് 28 എവിടെ ജനിച്ചു? വെങ്ങാനൂർ ജനിച്ചു. അറിയാമല്ലോ അതൊക്കെ.
അയ്യങ്കാളിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് ഓർമ്മ വരണം? വില്ലുവണ്ടി സമരം 93 ഓർമ്മ വരണം. 90-ാം ആണ്ട് ലഹള 1915 ഓർമ്മ വരണം. കല്ലുമാല സമരം 15 ഓർമ്മ വരണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് എന്ത് പറ്റി? അതുപോലെ സാധുജന പരിപാലന സംഘം ആരംഭിച്ചതാരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണൊന്ന് വില്ലുവണ്ടി സമരം അല്ലേ, പിന്നെ 90-ാം ആണ്ട് ലഹള, പുലയ ലഹള, ഉരുട്ടമ്പള്ളി ലഹള എന്നൊക്കെ പറയും, കല്ലുമാല സമരം, പിന്നെ സാധുജന പരിപാലന സംഘം ഒക്കെ ഉണ്ടാക്കിയതാരാണ്? അദ്ദേഹം അയ്യങ്കാളി അല്ലേ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് വേണ്ടി 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം ഇന്ദിരാഗാന്ധി എന്താലോചിച്ചു? അങ്ങനെ അവിടെ പ്രതിമ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് അങ്ങനെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി അല്ലേ, ഒരു സംഭവമുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത്രയും ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നായിരുന്നു? 2002 ഓഗസ്റ്റ് 12. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് പിന്നെ അദ്ദേഹത്തെ ആദരിക്കാൻ വളരെ പരിപാടി സർക്കാരുകൾ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി എന്നായിരുന്നു? 2002 ഓഗസ്റ്റ് 12. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നല്ല ആദരവ് തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമിയുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ബാന്ന് വലിച്ചു കിടക്കുകയാണ് അല്ലേ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിനാണ് വൈകുണ്ഠസ്വാമിയാണ് കണ്ണാടി പ്രതിഷ്ഠ അല്ലേ. വൈകുണ്ഠസ്വാമിയാണ് കണ്ണാടി പ്രതിഷ്ഠ. അദ്ദേഹത്തെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. വൈകുണ്ഠസ്വാമിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? കണ്ണാടി പ്രതിഷ്ഠ. ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, വൈകുണ്ഠസ്വാമി എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്ന്, വെളുത്ത പിശാചിൻ്റെ ഭരണമെന്ന് വിശേഷിപ്പിച്ച് വൈകുണ്ഠസ്വാമി. വെണ്ണീച ഭരണം. അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീചൻ്റെ ഭരണം. ഇവിടുത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണത്തെ കരിനീചൻ്റെ ഭരണമെന്നും പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിൻ്റെ ഭരണം, വെണ്ണീച ഭരണം. വൈകുണ്ഠസ്വാമി പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ വെണ്ണീച ഭരണം. കണ്ണാടി പ്രതിഷ്ഠക്കാരാണ് കണ്ണാടി അല്ലേ. ഇന്നെ ഓർത്ത കണ്ണാടി പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടത്തുന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റുകൾക്കലാവ് അറിയാമല്ലോ. 1-ാം പഴശ്ശി വിപ്ലവത്തിലുള്ള ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഓക്കെ. നെക്സ്റ്റ് കുണ്ടറവിളംബരം നടന്നത് എന്നാണ്? 1909 ജനുവരി 1 അല്ലേ, ജനുവരി 11. ആരാണ് കുണ്ടറവിളംബരം എന്ന് പറയുമ്പോൾ? കുണ്ടറവിളംബരം വരിക? കുണ്ടറവിളംബരം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? 1909 ജനുവരി 11 അല്ലേ. ദളവ ആരാണ്? വേലുത്തമ്പി ദളവ അല്ലേ. ഇമ്പോർട്ടൻസ് വേലുത്തമ്പി ദളവയ്ക്കുണ്ട്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറവിളംബരം ഓർത്തിരിക്കുക. 1909 ജനുവരി 11. ഇനി ചനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുള്ള അവകാശം നേടിയതെന്നാണ്? 1959 ജൂലൈ 26. ചനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുള്ള അവകാശം നൽകിയത് എന്നാണ്? 1959 ജൂലൈ 26. ചനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞല്ലോ. ആരെയായിരുന്നു പറഞ്ഞത്? ചനാർ സ്ത്രീകൾക്ക്. ഇപ്പോൾ ലൈവാണെങ്കിൽ നമുക്ക് ഇടായിരുന്നു അല്ലേ. ആരാണ് 59 നടക്ക് പ്രചോദനം കൊടുത്ത ആരാണ്? വൈകുണ്ഠസ്വാമി. അദ്ദേഹം വളരെ പ്രശസ്തനാണ് അല്ലേ. വൈകുണ്ഠസ്വാമികൾ. 1959 ചാനാർ ലഹള, വൈകുണ്ഠസ്വാമി. ഇനി മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരങ്ങളുടെ എണ്ണം 32. അത് കഴിഞ്ഞല്ലോ. ഓക്കെ. അടുത്തത് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയവരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി. So thank you for watching and see you. Questions കഴിഞ്ഞു കേട്ടോ. Thank you for watching and see you again. നല്ല മഴയുള്ളതുകൊണ്ട് നിർത്തുകയാണ്. Thank you.